Dear students, welcome to CE 303 Structural Analysis 2 class. Now we are discussing Module 3 Moment Distribution Method. So next problem. Analyze the continuous beam shown in figure by moment distribution method and draw bending moment diagram. Assume EI is constant throughout. So this is our question. There is a continuous beam with overhang portion DE. എ ബിയിൽ 40 കിലോന്യൂട്ടൺ കോൺസെൻട്രേറ്റഡിലൂടെ ആക്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് എയിൽ നിന്ന് 3 മീറ്റർ ഡിസ്റ്റൻസിൽ. അതുപോലെ ബി സിയിൽ സെൻട്രലി കോൺസെൻട്രേറ്റഡിലൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. സി ഡിയിൽ ഒരു യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഡി ഇ എന്നുള്ളൊരു ഓവർഹാങ് പോർഷനാണ്. ഡി ഇ ഓവർഹാങ് പോർഷനിൽ ഒരു കോൺസെൻട്രേറ്റഡിലൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. സോ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു കണ്ടിന്യൂസ് ബീം വിത്ത് ഓവർഹാങ് എങ്ങനെ അനാലിസിസ് ചെയ്യുന്നതെന്ന് നോക്കാം. So first step, calculation of fixed end moment. So M of AB, AB യിൽ eccentric ആയിട്ടാണ് concentrated load act ചെയ്യുന്നത്. So we have M of AB is equal to minus W A B square by L square. Substitute the values. So minus 40 into 3 into 2 square by 5 square, which is equal to minus 19.52 kilonewton meter. Next M of BA. M of BA is equal to plus W A square B by L square. 40 into 3 square into 2 by 5 square is equal to 28.8 kilonewton meter. Next BC is central concentrated load and acting. So we have M of BC is equal to minus W L by 8, that is minus 20 into 4 by 8 is equal to minus 10 kilonewton meter. Next M of CB plus W L by 8, 20 into 4 by 8 is equal to 10 kilonewton meter. Next CD UDL and acting. So we have M of CD is equal to minus W L square by 12, that is minus 10 into 3 square by 12 is equal to minus 7.5 kilonewton meter. Similarly, M of DC is equal to plus W L square by 12, that is 10 into 3 square by 12 is equal to 7.5 kilonewton meter. So ഇവിടെ DE എന്ന് പറഞ്ഞത് ഓവർഹാങ് പോർഷൻ ആണ്. ഈ ഓവർഹാങ്ങിൽ ഒരു 10 കിലോന്യൂട്ടൺ കോൺസെൻട്രേറ്ററിലൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. എം ഓഫ് ഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓവർഹാങ് പോർഷനിലുള്ള ലോഡ് കാരണമുള്ള ഈ ക്രിയേറ്റ് ചെയ്യുന്ന ഡി എന്ന് പറഞ്ഞ മെമ്പറിൽ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെന്റ് ആണ്. സോ എം ഓഫ് ഡി ഈസ് ഈക്വൽ ടു എം ഡി ഈസ് ഈക്വൽ ടു മൈനസ് 10 ഇൻറ്റു 2 മൈനസ് 20 കിലോന്യൂട്ടൺ മീറ്റർ. ബിക്കോസ് ഈ ഒരു 10 കിലോന്യൂട്ടണ് ഡി എന്ന് പറഞ്ഞ സപ്പോർട്ടിലേക്ക് മൊമെന്റ് എടുക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹോഗിങ് മൊമെന്റ് ആണ്. ഇഫ് ദ സെക്ഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ക്ലോക്ക് വൈസ് ആയിട്ട് മൊമെന്റ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹോഗിങ് മൊമെന്റ്. സോ ഹോഗിങ് മൊമെന്റ് ആയതുകൊണ്ട് മൈനസ് 10 ഇൻറ്റു 2 നെഗറ്റീവ് വാല്യൂ അതുകൊണ്ടാണ് വന്നത്. മൈനസ് 20 കിലോന്യൂട്ടൺ മീറ്റർ ആണ് ഡി എന്നൊരു പോർഷനിലുള്ള മൊമെന്റ് വരുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ്, കാൽക്കുലേഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ്. സോ ജോയിന്റ്സ് എല്ലാം കൺസിഡർ ചെയ്തിട്ട് ആ ജോയിന്റിലെ കറസ്പോണ്ടിങ് സ്റ്റിഫ്നെസ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഓരോ മെമ്പേഴ്സിൽ വരുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് ജോയിന്റ് വരുന്നത് ബി എന്ന് പറഞ്ഞ ജോയിന്റ് ആണ്. ബി എന്ന് പറഞ്ഞ ജോയിന്റിൽ രണ്ട് മെമ്പേഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ബി എ ആൻഡ് ബി സി. സോ ബി എ ഫസ്റ്റ് കൺസിഡർ ചെയ്യാം. ബി എ കൺസിഡർ ചെയ്യുമ്പോൾ എ എന്നുള്ളതാണ് അവിടുത്തെ ഫാർ ആൻഡ് സപ്പോർട്ട്. ഫാർ ആൻഡ് സപ്പോർട്ട് ഇവിടെ ഫിക്സ്ഡ് എൻഡ് ആണ്. സോ ഫാർ ആൻഡ് സപ്പോർട്ട് ഫിക്സ്ഡ് ആണെങ്കിൽ വി ഹാവ് സ്റ്റിഫ്നെസ് വാല്യൂ 4EI/L. ഫാർ ആൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ സ്റ്റിഫ്നെസ് 4EI/L ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. EI കോൺസ്റ്റന്റ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ എ ബിയുടെ ലെങ്ത് 5 മീറ്റർ ആണ്. സോ 4EI/5 ദാറ്റ് ഈസ് 0.8 EI. നെക്സ്റ്റ് ബി സി എന്ന് പറഞ്ഞ മെമ്പർ കൺസിഡർ ചെയ്യുക. ബി സി എടുക്കുമ്പോൾ സി എന്നുള്ളൊരു കണ്ടിന്യൂസ് സപ്പോർട്ടാണ്, ഇന്റർമീഡിയറ്റ് സപ്പോർട്ടാണ്. സോ കണ്ടിന്യൂസ് സപ്പോർട്ടിനെ നമ്മൾ ഫിക്സഡ് സപ്പോർട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് ഫിക്സഡ് എൻഡിന് സ്റ്റിഫ്നെസ് ആയിട്ടുള്ള 4EI/L തന്നെയാണ് കണ്ടിന്യൂസ് സപ്പോർട്ടിന് വരിക. സോ ബി സിയിലെ സ്റ്റിഫ്നെസ് വാല്യൂ ദാറ്റ് ഈസ് 4EI/L. Here EI constant ആണെന്ന് പറഞ്ഞിട്ടുണ്ട് and the length of the member is given 4, that is 4EI/4 is equal to EI. Then B യിലുള്ള രണ്ട് മെമ്പേഴ്സിലെയും സ്റ്റിഫ്നെസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് ബി യിലുള്ള ടോട്ടൽ സ്റ്റിഫ്നെസ് സിഗ്മ കെ, ദാറ്റ് ഈസ് ആ ജോയിന്റിൽ വരുന്ന ടോട്ടൽ എല്ലാ മെമ്പേഴ്സിലെയും സ്റ്റിഫ്നെസ്സുകൾ ആഡ് ചെയ്യാം. സോ ഹിയർ 0.8 EI പ്ലസ് EI ദാറ്റ് ഈസ് 1.8 EI. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ K by സിഗ്മ കെ ആണ്. So first member BA, BAയിലുള്ള distribution factor 0.8 EI by 1.8 EI, that is 0.444. Similarly BCയിലെ stiffness EI ആണ്, sigma K 1.8 EI ആണ്. Therefore BCയിൽ വരുന്ന distribution factor is equal to EI by 1.8 EI, that is 0.556.
നെക്സ്റ്റ് ഇതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ജോയിന്റ് കൺസിഡർ ചെയ്യാം. സി എന്ന് പറഞ്ഞ ജോയിന്റ് കൺസിഡർ ചെയ്യാണ്. സോ സിയിൽ 2 മെമ്പേഴ്സ് ആണ് വരുന്നത്, സി ബി ആൻഡ് സി ഡി. സോ സി ബി എടുക്കുമ്പോൾ ബി എന്നുള്ളതാണ് ഫാർ എൻഡ്. സോ ഹിയർ ഫാർ എൻഡ് ബി ഒരു കണ്ടിന്യൂസ് സപ്പോർട്ടാണ്. സോ കണ്ടിന്യൂസ് സപ്പോർട്ട് ആയത് നമ്മൾ ഫിക്സഡ് എൻഡിന്റെ അതേപോലെയാണ് കൺസിഡർ ചെയ്യുക. Therefore stiffness value 4 EI/L ആണ്. Here length 4 meter ആണ്. So 4 EI/4 that is EI എന്ന് കിട്ടും. നെക്സ്റ്റ് മെമ്പർ സി ഡി ആണ്. സി ഡിയിലെ ഫാർ എൻഡ് ഡി എന്ന് പറഞ്ഞ സപ്പോർട്ടാണ്. സോ ഹിയർ ഇവിടെ എൻഡ് സപ്പോർട്ട് റോളർ സപ്പോർട്ടാണ്. സോ എൻഡ് സപ്പോർട്ട് റോളർ സപ്പോർട്ട് ആണെങ്കിൽ വി ഹാവ് സ്റ്റിഫ്നെസ് വാല്യൂ 3 EI/L. സോ ഇവിടെ സി ഡിയുടെ ലെങ്ത് 3 മീറ്റർ ആണ്. EI കോൺസ്റ്റന്റ് ആണ്. സോ 3 EI/3 is equal to EI. സോ ഇവിടെ സി ഡി എന്നുള്ള മെമ്പർ കൺസിഡർ ചെയ്യുമ്പോൾ ഡി എന്നുള്ളത് എൻഡിലെ സപ്പോർട്ടാണ്. എൻഡ് സപ്പോർട്ട് ഹിഞ്ചഡോ റോളറോ ആണെങ്കിൽ സ്റ്റിഫ്നെസിന്റെ വാല്യൂ 3 EI/L ആണ്. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ലെങ്ത് 3 മീറ്റർ. സോ വി ഗെറ്റ് EI, stiffness of member CD EI. Then next സി മെമ്പറിലുള്ള ജോയിൻസ് സി എന്ന് പറഞ്ഞ ജോയിൻസിലെ മെമ്പേഴ്സിലെ സ്റ്റിഫ്നെസ് എല്ലാം ആഡ് ചെയ്യാം. സോ ഹിയർ EI and EI, therefore we get sigma k is equal to 2 EI. Next distribution factor, that is k by sigma k. For member CB's distribution factor is equal to EI by 2 EI. So we get 0.5. Similarly for CD, the distribution factor is equal to EI by 2 EI, that is 0.5. So members join C ലെ രണ്ട് മെമ്പേഴ്സിലെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ജോയിന്റ് ഡി എടുക്കാം. ജോയിന്റ് ഡിയിലും 2 മെമ്പേഴ്സ് വരും, ഡി സി ആൻഡ് ഡി ഇ. സോ ഡി സി കൺസിഡർ ചെയ്യുമ്പോൾ സി ആണ് ഫാർ എൻഡ്. സോ സി ഇവിടുത്തെ മിഡിൽ സപ്പോർട്ടാണ്, കണ്ടിന്യൂസ് സപ്പോർട്ടാണ്. സോ കണ്ടിന്യൂസ് സപ്പോർട്ട് നമ്മൾ ഫിക്സഡ് പോലെയാണ് കൺസിഡർ ചെയ്യുക. സോ വി ഹാവ് സ്റ്റിഫ്നെസ് വാല്യൂ 4 EI/L. ഹിയർ L is equal to 3 meter. Therefore we get 4 EI/3, that is 1.33 EI. നെക്സ്റ്റ് മെമ്പർ ഡി ഇ ആണ്. ഡി ഇ എന്നുള്ളൊരു ഓവർഹാങ് പോർഷൻ ആണ്. സപ്പോർട്ട് ഒന്നുമില്ല, ഫാർ എൻഡ് സപ്പോർട്ട് ഇല്ല. സോ ഡി ഇ എന്നുള്ളൊരു ഓവർഹാങ് പോർഷൻ ആണ്. സോ ഓവർഹാങ് പോർഷനിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0 ആയിരിക്കും. ഓവർഹാങ് പോർഷനിലെ സ്റ്റിഫ്നെസ് വാല്യൂ 0 ആയിരിക്കും. ബിക്കോസ് നമുക്ക് ഫാർ ആൻഡ് സപ്പോർട്ട് ഇല്ല. ഫാർ ആൻഡ് സപ്പോർട്ട് ഫിക്സഡ് ആണെങ്കിൽ 4 EI/L ആണ് സ്റ്റിഫ്നെസ്. അതുപോലെ ഫാർ ആൻഡ് സപ്പോർട്ട് ഹിഞ്ചഡ് ആണെങ്കിൽ അല്ലെങ്കിൽ റോളർ ആണെങ്കിൽ 3 EI/L ആണ് സ്റ്റിഫ്നെസ് വാല്യൂ. സോ ഹിയർ ഡി ഇ എന്നുള്ളൊരു ഓവർഹാങ് പോർഷൻ ആണ്. എൻഡ് സപ്പോർട്ട് ഒന്നുമില്ല. സോ ഓവർഹാങ് പോർഷനിലെ സ്റ്റിഫ്നെസ് വാല്യൂ 0 ആണ്. സോ ഹിയർ വി ഹാവ് സ്റ്റിഫ്നെസ് വാല്യൂ ഓഫ് ഡി ഈസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് സിഗ്മ കെ. സോ ജോയിന്റ് ഡിയിലുള്ള stiffness values add ചെയ്യുക. So that is ഇവിടെ 1.33 EI plus 0, that is 1.33 EI. Then we get distribution factor is equal to distribution factor of the member DC is equal to 1.33 EI by 1.33 EI, that is 1. Similarly, distribution factor of D is equal to 0. Since stiffness K is equal to 0, the distribution factor also 0. The next step, third step, that is the moment distribution table. First write joints A, B, C, D, E. Then corresponding members, that is A, B. B joints le 2 members ഉണ്ട്, BA and BC. C le 2 members CB and CD. D le 2 members DC and DE. Then E എന്ന് പറഞ്ഞ joint le ED. ഫ്രീ എൻഡ് ആണ് നമ്മുടെ E എന്ന് പറഞ്ഞ joint. നെക്സ്റ്റ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എഴുതാം. B എന്ന് പറഞ്ഞ jointൽ 2 മെമ്പേഴ്സിലെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ BA-ലെ 0.444 ആൻഡ് BC-ലെ 0.556. CB-ലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.5, CD-ലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.5, DC-ലെ 1 ആൻഡ് DE-ലെ 1. നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിക്സഡ് മൊമെന്റ് എഴുതാം. സോ ഫിക്സഡ് മൊമെന്റ് AB-ലെ -19.2, BA-ലെ 28.8, ദാറ്റ് ഈസ് BC-ലെ -10, CB-ലെ 10, CD-ലെ -7.5 ആൻഡ് DC-ലെ 7.5, DE-ലെ -20, ED ഫ്രീ എൻഡ് ആണ്. സോ നോ ഫിക്സഡ് മൊമെന്റ് 0, വാല്യൂ 0. നെക്സ്റ്റ് DE എന്നുള്ള മെമ്പർ ഒരു ഓവർഹാങ് പോർഷൻ ആണ്. സോ ഓവർഹാങ് പോർഷനിലെ മൊമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. -20 ആണ് ഓവർഹാങ്ങിലുള്ള വരുന്ന മൊമെന്റ്. നമുക്കറിയാം DE-ലെ മൊമെന്റ് -20 ആണെങ്കിൽ DC-ലെ മൊമെന്റ് +20 ആയിരിക്കും. കാരണം നമുക്കറിയാം ഒരു ജോയിന്റിലുള്ള ടോട്ടൽ മൊമെന്റ് ആഡ് ചെയ്താൽ നമുക്ക് 0 കിട്ടും. ഓക്കെ, സോ ഇവിടെ DC-ലെ മൊമെന്റ് നമുക്ക് 7.5 ആണുള്ളത്. ബട്ട് DC-ലെ ഫൈനൽ മൊമെന്റ് 20 ആയിരിക്കും. ബിക്കോസ് DE-ലുള്ള ഫൈനൽ മൊമെന്റ് -20 ആണ്. സോ DC-ലെ മൊമെന്റ് നമ്മൾ ആദ്യം തന്നെ 20 ആക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് എൻഡിൽ 0 ആക്കിയതുപോലെ തന്നെ ഇവിടെയും അതേ പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് അവിടെ 0ക്ക് പകരം ഇവിടെ വാല്യൂ ഉണ്ട്. സോ ആ വാല്യൂലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുക വേണ്ടത്. സോ ഇവിടെ 7.5 ആണുള്ളത്, അത് 20 ആക്കണമെങ്കിൽ നമുക്ക് 12.5 ആഡ് ചെയ്യണം. സോ 7.5 plus 12.5 we get 20. സോ
ഇവിടെ ഡിഇയിൽ -20 വരും, ഇവിടെ ഡി സിയിൽ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ +20 വരും. അപ്പൊ നമ്മുടെ ജോയിന്റ് ഡിയിലെ മൊമെന്റ് ബാലൻസ്ഡ് ആവും. സോ അങ്ങനെ നമ്മൾ ഇവിടെ ഡി സിയിലെ മൊമെന്റ്സ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 12.5 മൊമെന്റ് ആഡ് ചെയ്തു. ബട്ട് അങ്ങനെ 12.5 മൊമെന്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള മെമ്പർ ആയിട്ടുള്ള സി ഡിയിലേക്ക് ഇതിന്റെ ഹാഫ് മൊമെന്റ് ക്യാരി ഓവർ ചെയ്യും. കാരണം തൊട്ടടുത്തുള്ളത് കണ്ടിന്യൂസ് മെമ്പർ ആണ്. കണ്ടിന്യൂസ് മെമ്പർ ഫിക്സഡ് മെമ്പർ പോലെ തന്നെയാണ്. സോ ഹാഫ് മൊമെന്റ് സി ഡിയിലേക്ക് ക്യാരി ഓവർ ചെയ്യും. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, ക്യാരി ഓവർ മൊമെന്റ്. 12.5ന്റെ ഹാഫ് മൊമെന്റ് 6.25 സി ഡിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഇനീഷ്യൽ മൊമെന്റ് എഴുതാം. ദാറ്റ് ഈസ് നമ്മൾ ഒന്നുകൂടെ മൊമെന്റിനെ വീണ്ടും എഴുതാണ്. നമ്മളിപ്പോൾ ചേഞ്ച് വരുത്തിയല്ലോ, അപ്പൊ നമ്മൾ വീണ്ടും ആ ഒരു സ്റ്റെപ്പ് വീണ്ടും ആ ഇനീഷ്യൽ മൊമെന്റ് ആയിട്ട് എഴുതാണ്. സോ ഇവിടെ ചേഞ്ച് ഒന്നും വന്നില്ല. എ ബിയിൽ സെയിം വാല്യൂ തന്നെ -19.2, ബി എയിൽ 28.8, ബി സിയിൽ -10, സി ബിയിൽ 10 ആൻഡ് സി ഡിയിൽ -7.5 പ്ലസ് 6.25 എന്ന് വരും. ദാറ്റ് ഈസ് -1.25. and here 7.5 plus 12.5 is equal to 20, DEയിൽ -20 and EDയിൽ 0. സോ ഇതാണ് നമ്മുടെ ഇനീഷ്യൽ മൊമെന്റ്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇപ്പൊ നമ്മൾ ആ ഒരു ജോയിന്റ് ഡിയിലെ മൊമെന്റിനെ ബാലൻസ് ചെയ്തു. അവിടെ ഡി സിയിൽ 20 ആക്കി, ഡിയിൽ -20 ആയതുകൊണ്ട് നമ്മൾ ഡി സിയിലും 20 ആക്കി. സോ ഇനി നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ ഫിക്സഡിന്റെ ഫസ്റ്റ് പ്രോബ്ലം ഒക്കെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ബാലൻസിങ്ങും ക്യാരി ഓവറും ചെയ്യാം. സോ ഫസ്റ്റ് ബാലൻസിങ്. സോ ഇവിടെ ജോയിന്റ് ബിയിലെ മൊമെന്റ്സ് കൺസിഡർ ചെയ്യാണ്. സോ ജോയിന്റ് ബിയിൽ വരുന്നത് 28.8 -10 ആണ്. ദാറ്റ് ഈസ് 18.8 എന്ന് വരും. ജോയിന്റ് ബിയിൽ ബാലൻസിങ് ചെയ്യാൻ പോവാണ്. സോ ഇവിടുത്തെ സിഗ്മ ബി, ജോയിന്റ് ബിയിലെ സിഗ്മ ബി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 28.8 -10 വരും. ദാറ്റ് ഈസ് 18.8 വരും. സോ അതിന്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കുക. 18.8ന്റെ ഓപ്പോസിറ്റ് സൈന് -18.8. ഓക്കെ, സോ ദിസ് -18.8ന് ബി എയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആയിട്ടുള്ള 0.444 മൾട്ടിപ്ലൈ ചെയ്തിട്ടുമ്പോൾ നമുക്ക് -8.35 കിട്ടും. അതുപോലെ തന്നെ -8.8ന് 0.556 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -10.45 കിട്ടി. അത് ബി സിയുടെ കോളത്തിൽ എഴുതി. സോ ഇതാണ് ബാലൻസിങ്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ സി എന്ന് പറഞ്ഞ ജോയിന്റ് കൺസിഡർ ചെയ്യാണ്. സി എന്ന് പറഞ്ഞ ജോയിന്റിൽ വരുന്ന ടോട്ടൽ മൊമെന്റ് 10 - 1.25 ആണ്. സോ 10 - 1.25 ചെയ്യുമ്പോൾ നമുക്ക് 8.75 ആണ് കിട്ടുന്നത്. 8.75 കിട്ടും. അതിന്റെ ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ -8.75. സോ ഈ ഒരു -8.75നെ 0.5 സി ബിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആയിട്ടുള്ള 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് -4.38. അതുപോലെ തന്നെ -0.875നെ സി ഡിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആയിട്ടുള്ള 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം വാല്യൂ തന്നെ കിട്ടും. ബിക്കോസ് ഇവിടെ രണ്ട് മെമ്പറിലും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ സെയിം ആണ്. ദാറ്റ് ഈസ് -4.38. സോ നമ്മൾ ജോയിന്റ് ബിയും ജോയിന്റ് സിയിലെയും മൊമെന്റ്സിനെ ബാലൻസ് ചെയ്തു. ഇവിടെ നമ്മൾ ഓൾറെഡി ഫൈനൽ മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ 20 + 20 -20 is equal to 0. ഇവിടെ നമുക്ക് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ബാലൻസ് ചെയ്തിട്ട് അവിടെ ഫൈനൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ ജോയിന്റ് ബിയിലെയും ജോയിന്റ് സിയിലെയും മൊമെന്റ്സ് ബാലൻസ് ചെയ്തു. ഇനി നമുക്ക് അവിടുത്തെ മൊമെന്റ്സിനെ ക്യാരി ഓവർ ചെയ്യണം. സോ ബി എയിലെ മൊമെന്റ് നമ്മൾ എ ബിയിലേക്കാണ് ക്യാരി ഓവർ വരിക. സോ എ ബി എന്നുള്ളത് എ എന്നുള്ള സപ്പോർട്ട് ഫിക്സഡ് സപ്പോർട്ട് ആയതുകൊണ്ട് എ ബിയിലേക്ക് ഹാഫ് മൊമെന്റ് ക്യാരി ഓവർ ചെയ്യും. നെക്സ്റ്റ് ബി സിയിലെ മൊമെന്റ് സി ബി കണ്ടിന്യൂസ് മെമ്പർ ആണ്. സോ സി ബിയിലേക്കും ഹാഫ് മൊമെന്റ് ക്യാരി ഓവർ ചെയ്യും. നെക്സ്റ്റ് സി ബിയിലെ മൊമെന്റ് ഹാഫ് മൊമെന്റ് ബി സിയിലേക്ക് ക്യാരി ഓവർ ചെയ്യും. ബിക്കോസ് ബി സി ഒരു കണ്ടിന്യൂസ് മെമ്പർ ആണ്. നെക്സ്റ്റ് സി ഡിയിലെ മൊമെന്റ് ഡി സിയിലേക്ക് ക്യാരി ഓവർ ചെയ്യില്ല. കാരണം ഡി എന്നുള്ള സപ്പോർട്ട് ഒരു റോളർ സപ്പോർട്ടാണ്. സോ റോളർ സപ്പോർട്ടിലേക്ക് മൊമെന്റ് ക്യാരി ഓവർ മൊമെന്റ് 0 ആണ്, ക്യാരി ഓവർ ചെയ്യില്ല. ഫിക്സഡ് സപ്പോർട്ടിലേക്ക് മാത്രമാണ് ക്യാരി ഓവർ ചെയ്യുക. കണ്ടിന്യൂസ് സപ്പോർട്ട് നമ്മൾ ഫിക്സഡ് സപ്പോർട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് കണ്ടിന്യൂസ് സപ്പോർട്ടിലേക്കും ക്യാരി ഓവർ മൊമെന്റ് ഉണ്ടാവും. ബട്ട് ഹിഞ്ചഡ് അല്ലെങ്കിൽ റോളർ സപ്പോർട്ടിലേക്ക് ക്യാരി ഓവർ മൊമെന്റ് ഉണ്ടാവില്ല. സോ നെക്സ്റ്റ് ക്യാരി ഓവർ മൊമെന്റ്. സോ ബി എയിലെ ഹാഫ് മൊമെന്റ് -8.35ന്റെ ഹാഫ് മൊമെന്റ് -4.18 എ ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. -10.45 ബി സിയിലെ മൊമെന്റ് -10.45 ആണ്. അതിന്റെ ഹാഫ് മൊമെന്റ് -5.23 സി ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. അതുപോലെ സി ബിയിലെ -4.38ന്റെ ഹാഫ് മൊമെന്റ് ബി സിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു -2.19. നെക്സ്റ്റ് ഇവിടെ ക്യാരി ഓവർ ഇല്ല. കാരണം ഡി എന്ന് പറഞ്ഞ സപ്പോർട്ട് റോളർ സപ്പോർട്ടാണ്. സോ റോളർ സപ്പോർട്ടിലേക്ക് ക്യാരി ഓവർ മൊമെന്റ് ഇല്ല. അഗെയിൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ബാലൻസിങ്.
സോ ഇവിടെ ബി എന്ന് പറഞ്ഞ ജോയിന്റിലുള്ള മൊമെന്റ്സുകൾ ആഡ് ചെയ്യുക. സോ ബി എന്ന് പറഞ്ഞ ജോയിന്റിൽ മൊമെന്റ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ വാല്യൂ ഇല്ല. ദെൻ -2.19 ആണ് ബിയിലുള്ള ടോട്ടൽ മൊമെന്റ്. അതിന്റെ ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ 2.19 വരും. സോ ഈ 2.19നെ 0.444 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ ബി എയിലെ ബാലൻസിങ് മൊമെന്റ് ആണ്. 0.97 കിട്ടി. 2.19 ബി സിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആയിട്ടുള്ള 0.556 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 1.22 പ്ലസ് 1.22. അത് നമ്മൾ ബി സിയുടെ കോളത്തിൽ എഴുതി. നെക്സ്റ്റ് നമ്മൾ ജോയിൻ സി കൺസിഡർ ചെയ്യുക. ജോയിൻ സിയിൽ വരുന്ന ടോട്ടൽ മൊമെന്റ് -5.23 ആണ്. ഇവിടെ വാല്യൂ ഇല്ല, ക്യാരി ഓവർ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വാല്യൂ ഇല്ല. സോ ടോട്ടൽ മൊമെന്റ് -5.23. അതിന്റെ ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ 5.23 വരും. 5.23നെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആയിട്ടുള്ള 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 2.61. സോ ഇവിടെ സി ഡി എന്ന് പറഞ്ഞ മെമ്പറിലും സെയിം 2.61 ആണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡി എന്ന് പറഞ്ഞ ജോയിന്റ് നമ്മൾ ഓൾറെഡി ഫൈനലി കാൽക്കുലേറ്റ് ചെയ്തതാണ്. സോ ഇങ്ങോട്ട് ബാലൻസിങ് ഒന്നുമില്ല. നെക്സ്റ്റ് അഗെയിൻ നമ്മൾ ക്യാരി ഓവർ മൊമെന്റ് ചെയ്യാണ്. സോ ബി എയിലുള്ള മൊമെന്റ് ഹാഫ് മൊമെന്റ് എ ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്യും. ബി സിയിലെ ഹാഫ് മൊമെന്റ് സി ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്യും. സി ബിയിലെ ഹാഫ് മൊമെന്റ് ബി സിയിലേക്ക് ക്യാരി ഓവർ ചെയ്യും. ദെൻ ഡി എന്നുള്ള റോളർ സപ്പോർട്ട് ആയതുകൊണ്ട് സി ഡിയിലെ മൊമെന്റ് ഡി സിയിലേക്ക് ക്യാരി ഓവർ ചെയ്യില്ല. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ക്യാരി ഓവർ മൊമെന്റ്. സോ വി ഗെറ്റ് 0.49, എ ബിയിൽ 0.49 ആൻഡ് ബി സിയിൽ 1.22 ക്യാരി ഓവർ ചെയ്ത് 0.61, 2.61 ക്യാരി ഓവർ ചെയ്ത് 1.31. ഓക്കെ, നെക്സ്റ്റ് അഗെയിൻ ബാലൻസിങ്. സോ ഇവിടെ അഗെയിൻ ജോയിൻ ബി കൺസിഡർ ചെയ്യുമ്പോൾ ജോയിൻ ബിയിൽ വരുന്ന സിഗ്മ എം ബി ദാറ്റ് ഈസ് ടോട്ടൽ മൊമെന്റ്, ജോയിൻ ബിയിൽ വരുന്ന ടോട്ടൽ മൊമെന്റ് 1.31 ആണ്. അതിന്റെ ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ -1.31 വരും. സോ -1.31നെ ബി എയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആയിട്ടുള്ള 0.444 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് -0.58. അതുപോലെ -1.31നെ ബി സിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആയിട്ടുള്ള 0.556 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് -0.73. നെക്സ്റ്റ് ജോയിൻ സി കൺസിഡർ ചെയ്യുക. ജോയിൻ സിയിൽ വരുന്ന ടോട്ടൽ മൊമെന്റ് 0.61 ആണ്. സോ അതിന്റെ ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ -0.61 ആണ്. സോ -0.61നെ സി ബിയുടെയും സി ഡിയുടെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആയിട്ടുള്ള 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 0.31 -0.31 -0.305 എന്ന് വരാം. അതിനെ നമുക്ക് -0.31 എടുക്കാം, അല്ലെങ്കിൽ -0.305 എടുക്കാം. 2 ഡിജിറ്റ് ആയിട്ട് മാറ്റുമ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതാണ്. അഗൈൻ ക്യാരി ഓവർ മൊമെന്റ് ദാറ്റ് ഈസ് ബി എയിലെ ഹാഫ് മൊമെന്റ് എ ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. ബി സിയിലെ ഹാഫ് മൊമെന്റ് സി ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. സി ബിയിലെ ഹാഫ് മൊമെന്റ് ബി സിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. ദെൻ ഇവിടെ ഡി എന്ന് പറഞ്ഞ റോളർ സപ്പോർട്ട് ആയതുകൊണ്ട് ഇങ്ങോട്ട് ക്യാരി ഓവർ മൊമെന്റ് ഇല്ല. നെക്സ്റ്റ് അഗൈൻ ബാലൻസിങ്. സോ ബി എന്ന് പറഞ്ഞ ജോയിനിലെ ടോട്ടൽ മൊമെന്റ് -0.16 ആണ്. അതിന്റെ ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ 0.16. ഈ 0.16നെ ബി എയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആയിട്ടുള്ള 0.444 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 0.07. സിമിലർലി 0.16നെ ബി സിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആയിട്ടുള്ള 0.556 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 0.09. നെക്സ്റ്റ് കൺസിഡർ ജോയിൻ സി. ജോയിൻ സിയിലെ ടോട്ടൽ മൊമെന്റ് -0.37 ആണ്. സോ അതിന്റെ ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ +0.37 വരും. സോ 0.37നെ സി ബിയുടെയും സി ഡിയുടെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആയിട്ടുള്ള 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 0.185. സോ ഇവിടെ നമുക്ക് ഈ ബാലൻസിങ് സ്റ്റെപ്പിൽ നമ്മുടെ എല്ലാ മൊമെന്റ് വാല്യൂസും സ്മോൾ വാല്യൂ ആയിട്ടുണ്ട്. 0.07, 0.09, 0.185, 0.185, 0.1 റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഫൈനൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഫൈനൽ മൊമെന്റ് ഇസ് ഈക്വൽ ടു, സോ ഫൈനൽ മൊമെന്റ് നമ്മൾ ഇനീഷ്യൽ മൊമെന്റ് മുതലുള്ള എല്ലാ മൊമെന്റ് വാല്യൂസും ആഡ് ചെയ്യണം. സോ എ ബിയിൽ ഫൈനൽ മൊമെന്റ് ഇസ് ഈക്വൽ ടു -19.2 plus -4.18 plus 0.49 minus 0.29 is equal to -23.18. Next BA memberൽ 28.8 minus 8.35 plus 0.97 minus 0.58 plus 0.07 is equal to 20.19. Next BCയിൽ final moment is equal to -10 plus -10.45 minus 2.19 plus 1.22 plus 1.31 minus 0.73 minus 0.16 plus 0.09 is equal to -20.19. Next CBയിലെ final moment is equal to 10 minus 4.38 minus 5.23 plus 2.61 plus 0.61 minus 0.305 minus 0.37
plus 0.185 is equal to 3.14. Next CD minus 1.25 minus 4.38 plus 2.61 minus 0.305 plus 0.185 is equal to minus 3.14. DC final moment 20 and DE final moment minus 20. ED free end ആണ്, so moment is equal to 0. Moment distribution method വഴി final moments calculate ചെയ്തു. നമുക്ക് bending moment diagram കൂടെ വരക്കാനുണ്ട്. So next step bending moment diagram. ഫസ്റ്റ് നമ്മൾ ഓരോ മെമ്പറിലും ഓരോ ജോയിൻസിലും വരുന്ന ഫൈനൽ മൊമെന്റ് എഴുതി. ദെൻ നമുക്ക് ഇവിടെ എക്സ്റ്റേണൽ ലോഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. എ ബി ബി സി സി ഡിയിലും എക്സ്റ്റേണൽ ലോഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ എക്സ്റ്റേണൽ ലോഡ് കാരണമുള്ള ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് അലോങ് ദ മെമ്പർ എ ബി. സോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് അലോങ് ദ മെമ്പർ എ ബി. എ ബിയിൽ ഒരു എക്സെൻട്രിക് ആയിട്ടാണ് കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്തിരുന്നത്. സോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു എ ബി ബൈ എൽ, ദാറ്റ് ഈസ് 40 × 3 × 2 by 5 is equal to 48 kilonewton meter. നെക്സ്റ്റ് ബി സിയിൽ സെൻട്രൽ കോൺസെൻട്രേറ്റഡ് ലോഡ് ആണ് ആക്ട് ചെയ്തിരുന്നത്. സോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് occurs at the center and the value is WL by 4, 20 × 4 by 4, 20 kilonewton meter. Next CD UDL ആണ് ആക്ട് ചെയ്തിരുന്നത്. സോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം occurs at the center of the span and its value is equal to WL square by 8, that is 10 × 3 square by 8 is equal to 11.25 kilonewton meter. നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരക്കാം. ഫസ്റ്റ് നമ്മൾ ബേസ് ലൈൻ വരച്ചു. എ ബി സി ഡി ഇ മാർക്ക് ചെയ്യാം. Then MA along the member AB ൽ നമുക്ക് വാല്യൂ കിട്ടിയ minus 23.18 ആണ്. സോ ആന്റി ക്ലോക്ക് വൈസ് ആണ്. സോ ആന്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ ഇങ്ങനെ ഡയറക്ഷൻ വരും, അപ്വേർഡിൽ വരും. ആൻഡ് വാല്യൂ 23.18. നെക്സ്റ്റ് ബിയിൽ 20.19 ആണ്. സോ ബി എ കൺസിഡർ ചെയ്യുമ്പോൾ 20.19 ആണ്. ദാറ്റ് ഈസ് ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. സോ ഇങ്ങനെ ക്ലോക്ക് വൈസ് മൊമെന്റ് ആകുമ്പോൾ അപ്വേർഡ് വരും. ആൻഡ് വാല്യൂ 20.19 ആണ്. നെക്സ്റ്റ് സി ബി കൺസിഡർ ചെയ്യുമ്പോൾ സി ബിയും 3.14 ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. സോ ക്ലോക്ക് വൈസ് മൊമെന്റ് മാർക്ക് ചെയ്യാം 3.14. നെക്സ്റ്റ് ഡിയിൽ വരുന്നത് 20 ആണ്. ഇവിടെയും ക്ലോക്ക് വൈസ് ആണ്, ദാറ്റ് ഈസ് പ്ലസ് 20. സോ അപ്വേർഡിൽ വരും, നമ്മുടെ വാല്യൂ മൊമെന്റിന്റെ വാല്യൂ അപ്വേർഡിൽ വരും. ആൻഡ് 20 മാർക്ക് ചെയ്യാം. ദെൻ ഇ എന്നുള്ള ഫ്രീ എൻഡ് ആണ്. ഫ്രീ എൻഡിലെ മൊമെന്റിന്റെ വാല്യൂ 0 ആണ്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സപ്പോർട്ടിലെ മൊമെന്റ്സ് എല്ലാം ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് എക്സ്റ്റേണൽ ലോഡ് കാരണമുള്ള ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. സോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എ ബിനകത്ത് കോൺസെൻട്രേറ്റഡ് ലോഡ് ആണ് ആക്ട് ചെയ്തിരുന്നത്. സോ ട്രയാങ്കിൾ ആണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരിക. സോ വാല്യൂ 48 kilonewton meter. നെക്സ്റ്റ് ബി സിയിലും അഗെയിൻ സെൻട്രൽ കോൺസെൻട്രേറ്റഡ് ലോഡ് ആണ് ആക്ട് ചെയ്തിരുന്നത്. സോ അഗെയിൻ ട്രയാങ്കിൾ ആണ് വരിക. മാക്സിമം വാല്യൂ 20 kilonewton meter. സി ഡിയിൽ യു ഡി എൽ ആണ് ആക്ട് ചെയ്തിരുന്നത്. സോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വിൽ ബി എ പരാബോള വിത്ത് മാക്സിമം വാല്യൂ 11.25 kilonewton meter. So this is our net bending moment diagram. ഇനി പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്യാം. സോ ഈ ഒരു ലൈനിന്റെ നമ്മുടെ സപ്പോർട്ടിലെ ബെൻഡിങ് മൊമെന്റ് നെഗറ്റീവ് വാല്യൂസ് ആണ്. സോ അതിന്റെ മുകളിലെല്ലാം പോസിറ്റീവ് വാല്യൂസും അതിന്റെ താഴെയുള്ള നെഗറ്റീവ് വാല്യൂസും. പിന്നെ ഈ ഒരു ബ്ലാങ്ക് പോർഷനിൽ പോസിറ്റീവ് നെഗറ്റീവും ബാലൻസ്ഡ് ആയിട്ട് പോയി. അതുകൊണ്ട് ഇവിടെ നെറ്റ് മൊമെന്റ് 0 ആണ്. സോ ദിസ് ഈസ് അവർ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, താങ്ക് യു.